പ്രിയമുള്ളവരെ, നമസ്കാരം. നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാത ചിന്തയിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട എഴുത്തുകാരൻ കഞ്ചിയാർ മോഹനന്റെ ചിന്താസരണികളിലെ ഒരു ഏടുമായി വായനാ വഴിയിൽ കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഗീതപ്രഭയാണ്. പ്രേമവും സ്നേഹവും മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ രണ്ട് വികാരങ്ങളാണ്. ഇവ രണ്ടും പലപ്പോഴും ഒന്നായി തെറ്റിദ്ധരിക്കപ്പെടാറുണ്ടെങ്കിലും ഇവയുടെ ഉത്ഭവത്തിനും പ്രകടനത്തിനും വലിയ വ്യത്യാസങ്ങളുണ്ട്. സ്നേഹം എന്നത് വളരെ വിശാലമായ ഒരു ആശയമാണ്. ഒരാളോടോ ഒരു ആശയത്തോടോ അല്ലെങ്കിൽ ഒരു വസ്തുവിനോടോ തോന്നുന്ന ആഴത്തിലുള്ള ആത്മബന്ധമാണിത്. സ്നേഹം എന്നത് മാതാപിതാക്കളോട്, സുഹൃത്തുക്കളോട്, സഹജീവികളോട് എന്നിങ്ങനെ ഇതിന് പല തലങ്ങളുണ്ട്. ജീവിതത്തിലെ സുരക്ഷിത ബോധം, പരസ്പര വിശ്വാസം, സഹകരണം എന്നിവയിലൂടെയാണ് സ്നേഹം വളരുന്നത്. സ്നേഹം കാലത്തിനനുസരിച്ച് കൂടുതൽ സ്ഥിരതയുള്ളതും ആഴമുള്ളതുമായി മാറുന്നു. പ്രേമം എന്നത് സാധാരണയായി ഒരാളോട് മാത്രം തോന്നുന്ന തീവ്രമായ ആകർഷണമാണ്. ഇത് ശാരീരികവും മാനസികവുമായ ആവേശങ്ങളുടെ ഒരു സമ്മിശ്ര രൂപമാണ്. ഒരാളോട് തോന്നുന്ന പ്രത്യേകമായ അടുപ്പവും ആ വ്യക്തിയോട് കൂടെ ഇരിക്കാനുള്ള ആഗ്രഹവും അവരിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള പ്രവണതയുമാണ് പ്രേമമായി മാറുന്നത്. വ്യക്തിത്വ വികസനത്തിന്റെ ഭാഗമായി ഒരാളോട് തോന്നുന്ന പ്രത്യേക ആകർഷണമാണ് ഇതിന്റെ അടിസ്ഥാനം. പ്രേമവും സ്നേഹവും തമ്മിലുള്ള വ്യത്യാസം പ്രധാനമായും ഇവയുടെ തീവ്രതയിലും പ്രകടനത്തിലുമാണ്. പ്രേമം തുടക്കത്തിൽ ഉയർന്ന തീവ്രതയുള്ളതാണെങ്കിലും സ്നേഹം സാവധാനത്തിൽ വളരുന്നതും ദീർഘകാലം നിലനിൽക്കുന്നതുമാണ്. പ്രേമത്തിൽ അഭിനിവേശത്തിനും ആവേശത്തിനുമാണ് മുൻതൂക്കമെങ്കിൽ സ്നേഹത്തിൽ അർപ്പണബോധത്തിനും കരുതലിനും പരസ്പര ബഹുമാനത്തിനുമാണ് പ്രാധാന്യം. ഈ വികാരങ്ങളുടെ സമന്വയത്തിന് മലയാള സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെയും അദ്ദേഹത്തിന്റെ പ്രിയതമ ഫാത്തിമ ബീവിയുടെയും ജീവിതം ഒരു ഉദാഹരണമാണ്. തുടക്കത്തിലെ ആകർഷണതയ്ക്കും അപ്പുറം ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധികളിലും ദാരിദ്ര്യത്തിലും പരസ്പരം കൈവിടാതെ അങ്ങേ അറ്റം കരുതലും ബഹുമാനവും നൽകി അവർ ഒന്നിച്ചു ജീവിച്ചു. പ്രണയം എങ്ങനെയാണ് സുസ്ഥിരമായ ഒരു സ്നേഹബന്ധമായി മാറി ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന ഒരു സൗഹൃദമായി പരിണമിക്കുന്നത് എന്നത് അവരുടെ ജീവിതം സാക്ഷിയാണ്. ലോക പ്രശസ്തരായി തീർന്ന ദമ്പതികളായ മേരി ക്യൂറിയുടെയും പിയറി ക്യൂറിയുടെയും ജീവിതവും ഇതിന് മികച്ചൊരു ഉദാഹരണമാണ്. ശാസ്ത്രലോകത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഈ ദമ്പതികൾ പരസ്പരമുള്ള അഗാധമായ പ്രണയത്തിലൂടെയാണ് തങ്ങളുടെ ഗവേഷണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. അതീവ ബുദ്ധിജീവികളായ അവരുടെ പരസ്പര ആകർഷണം പിൽക്കാലത്ത് ബഹുമാനത്തിലൂന്നിയ വലിയൊരു സൗഹൃദമായും പ്രണയമായും വളർന്നു. ഒരുമിച്ച് നൊബേൽ സമ്മാനം പങ്കിട്ട അവർ ശാസ്ത്രത്തോടുള്ള അഭിനിവേശവും പരസ്പരമുള്ള സ്നേഹവും സമന്വയിപ്പിച്ച് ജീവിതകാലം മുഴുവൻ ഒരേ ലക്ഷ്യത്തോടെ സഞ്ചരിച്ചു. സ്വന്തം ജീവിതത്തെക്കാൾ ഉപരിയായി പരസ്പരം ബഹുമാനിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത അവരുടെ ബന്ധം പ്രണയം എങ്ങനെയാണ് അർപ്പണബോധമുള്ള സ്നേഹമായി മാറുന്നു എന്നതിന്റെ ലോകോത്തര ഉദാഹരണമാണ്. സാമൂഹികമായ ഇടപെടലുകളും ചുറ്റുപാടുകളും ഓരോരുത്തരുടെയും മനോഭാവവും ചേർന്നാണ് ഇവ രണ്ടും നമ്മളിൽ രൂപപ്പെടുന്നത്. പ്രേമം ഒരു തുടക്കമാണെങ്കിൽ ആ പ്രണയം സ്നേഹത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുമ്പോഴാണ് അത് ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന മനോഹരമായ ഒരു അനുഭവമായി മാറുന്നത്. അതെ, ചുരുക്കത്തിൽ പ്രേമം ഒരു തീപ്പൊരി പോലെ പെട്ടെന്നുണ്ടാവുന്നതാണെങ്കിൽ സ്നേഹം അത് കെടാതെ സൂക്ഷിക്കുന്ന സ്ഥിരമായ ഒരു ജ്വാലയാണ്. അർപ്പണബോധവും പരസ്പര ബഹുമാനവും സൂക്ഷിക്കണമെന്നും അവിടെ മാത്രമേ സ്നേഹം പൂത്തുലയുകയുള്ളൂ എന്നും സ്നേഹം ഒരു കെടാവിളക്കായി ജീവിതപാതയിലെ ഇരുട്ടകറ്റും എന്നുമുള്ള സന്ദേശമാണ് പ്രിയപ്പെട്ട എഴുത്തുകാരൻ കാഞ്ചിയാർ മോഹനൻ നമുക്ക് നൽകുന്നത്. എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സൗഹൃദങ്ങൾക്കും ഒരിക്കൽ കൂടി നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് പുതിയൊരു പ്രഭാത ചിന്തയുമായി നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.